ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ കണ്ടെത്തലനുസരിച്ച് 2025 ആകുമ്പോഴേക്കും ഏകദേശം 3 കോടിയോളം ആളുകൾക്ക് ഇന്ത്യയിൽ ക്യാൻസർ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാളും 30 ലക്ഷം അധികം വരുന്നത്. മാനവരാശിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ ഒരു പരിധി വരെ മനുഷ്യന് സാധിച്ചുവെങ്കിലും ഒരു പരിധിക്ക് അപ്പുറം പോയാൽ ഒരു തിരിച്ചുവരവ് വളരെ പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ശുഭവാർത്തയാണ്. അതെ, മനുഷ്യന് ക്യാൻസറിനെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ തലവര മാറ്റുന്ന ചരിത്രമാണ്. എന്താണ് മാജിക്കൽ ഡ്രഗ്? എങ്ങനെയാണ് അത് അസുഖം മാറ്റുന്നത്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു സാൻ ടോക്സ്. മെമ്മോറിയൽ സ്ലോൻ കാത്തറിംഗ് ക്യാൻസർ സെന്ററിൽ നടത്തിയ ക്ലിനിക്കൽ ട്രയൽസിലാണ് ഈ മരുന്ന് വിജയകരമായി ക്യാൻസറിനെ തടയും എന്ന് കണ്ടുപിടിച്ചത്. 18ഓളം റെക്ടൈൽ ക്യാൻസർ പേഷ്യൻസിനെയാണ് ഈ ക്ലിനിക്കൽ ട്രയൽസിനായി ഉപയോഗിച്ചത്. മരുന്ന് കൊടുത്ത് 6 മാസങ്ങൾ കൊണ്ടാണ് ക്യാൻസർ ടിഷ്യൂ പൂർണ്ണമായും മാറിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞു ഈ ടെസ്റ്റ് ചെയ്തത് റെക്ടൈൽ ക്യാൻസർ പേഷ്യൻസിലായിരുന്നുവെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഈ റെക്ടൈൽ ക്യാൻസർ എന്ന് നോക്കാം. റെക്ടൈൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തത്തിൽ വരുന്ന ക്യാൻസർ. അതായത് വൻകുടലിന്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ് റെക്ടം. ആ ഭാഗത്ത് വന്ന ക്യാൻസറിനെയാണ് ഇപ്പോൾ ക്ലിനിക്കൽ ട്രയൽസിലൂടെ വിജയകരമായി മാറ്റിയത്. ക്യാൻസർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അൺകൺട്രോളായി ശരീരത്തിൽ ടിഷ്യൂ വളരുന്നതിനെയാണല്ലോ ബേസിക്കലി ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്ലിനിക്കൽ ട്രയൽസിൽ ഉപയോഗിച്ച മോണോക്ലോണൽ ആന്റിബോഡിയുടെ പേരാണ് ഡോസ്റ്റർലിമാബ്. ഈ ഡ്രഗ് ഓരോ 3 ആഴ്ച കൂടുമ്പോഴാണ് ഒരു രോഗിയിൽ പരിശോധിച്ചത്. അങ്ങനെ 6 മാസത്തോളമാണ് ട്രയൽ നടന്നത്. മറ്റൊരു കാര്യം, സ്റ്റേജ് 2, സ്റ്റേജ് 3 ക്യാൻസർ രോഗികളെയാണ് ഈ ക്ലിനിക്കൽ ട്രയൽസിനായി കണ്ടെത്തിയത്. ഈ സ്റ്റഡി നടന്നത് മെമ്മോറിയൽ സ്ലോൻ കാത്തറിംഗ് ക്യാൻസർ സെന്ററിലാണ്. ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിലാണ്. സാധാരണ രീതിയിൽ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നൽകുന്നത് പൊതുവായി കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ സർജറി ഒക്കെയാണല്ലോ. എന്നാൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയാണ്. അതുകൊണ്ട് മേൽ പറഞ്ഞ ട്രീറ്റ്മെന്റുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റുകളും കുറവാണ്. നമുക്കറിയാമല്ലോ കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. റെക്ടൈൽ ക്യാൻസറിലെ മിസ്മാച്ച് റിപ്പയർ ഡെഫിഷ്യന്റ് ക്യാൻസർ എന്ന അസുഖമാണ് ഈ ക്ലിനിക്കൽ ട്രയൽസിലൂടെ പൂർണ്ണമായും മാറ്റിയത്. ഇങ്ങനെ തിരഞ്ഞെടുത്ത 18 പേഷ്യൻസിനെയും ട്രീറ്റ്മെന്റിന് ശേഷം 6 മാസം മുതൽ 25 മാസം വരെ ഫോളോ അപ്പ് ചെയ്തിട്ടും രോഗം തിരിച്ചു വരുന്നതായി കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് രോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാമെന്നാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്നാൽ ട്രീറ്റ്മെന്റ് തുടങ്ങി 9 ആഴ്ചകൾ ആകുമ്പോൾ തന്നെ രോഗികളിലെ 81% ആളുകൾക്കും അസുഖം കുറഞ്ഞു വരുന്നതായി കണ്ടെത്തി. കൊളോറക്ടൽ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, എൻഡോമെട്രിയൽ ക്യാൻസർ പോലുള്ള ഒരുതരം ക്യാൻസറാണ് മിസ്മാച്ച് റാപ്പിഡ് ഡെഫിഷ്യന്റ് ക്യാൻസർ. മനുഷ്യന്റെ ശരീരത്തിൽ ഈ ക്യാൻസർ സെല്ലുകൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മുടെ DNA ജീനുകളാണ് ഇത് നിയന്ത്രിക്കേണ്ടത്. ഈ ജീനുകളുടെ അഭാവം മൂലമാണ് ക്യാൻസർ സെല്ലുകൾ പെരുകുന്നത്. കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പിക്ക് പകരം ഇത്തരം ക്യാൻസറുകളുടെ ചികിത്സയ്ക്കായി PD-1 ബ്ലോക്കേഡുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇമ്മ്യൂണോ തെറാപ്പി. ഈ PD-1 ബ്ലോക്കേഡുകളാണ് ക്യാൻസർ സെല്ലിന്റെ പ്രവർത്തനത്തെ അടിച്ചമർത്തുന്നത്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന ഒരുതരം പ്രോട്ടീൻ കൂടിയാണ് ഈ PD-1. ഈ ചികിത്സയുടെ പ്രധാന പ്രശ്നം കോസ്റ്റ് ആണ്. ചികിത്സയ്ക്കായി മാസത്തിൽ 4 ലക്ഷത്തോളം രൂപ വരെ ചിലവുണ്ട്. അതായത് 6 മാസത്തെ ചികിത്സയ്ക്കായി 25 ലക്ഷത്തോളം രൂപ. ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സോ ഇതുപോലത്തെ ചികിത്സകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മുൻകൈയെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. ഏതായാലും ഭാവിയിൽ ചികിത്സയുടെ കോസ്റ്റ് കുറയുമെന്ന് പ്രത്യാശിക്കാം. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.
നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫോർ നൗ. ബൈ ബൈ.